ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യുന്നത് നമ്മൾ പുറത്തോട്ടൊന്ന് കറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഏട്ടൻ നല്ല പനിയും കാര്യമൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആച്ചു കൂടെ ബോറടിച്ച് കുന്തടങ്ങിയിരിക്കുകയെന്നും പറഞ്ഞാണ് ആച്ചു പറഞ്ഞ് എനിക്ക് ബോറടിച്ചിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണമെന്നും പറഞ്ഞ് ഏട്ടൻ്റെ ചെവി കിടന്ന് മൂളി ഇരുന്നാണ് സാഹി കേട്ട് എൻ്റെ ഏട്ടൻ പതുക്കെ വണ്ടി എടുത്ത് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഡോറൊക്കെ പൂട്ടി. എനിക്ക് പിന്നെ പുറത്തോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ ഞാനും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് ഏട്ടന് തീരെ വയ്യാഞ്ഞുകൊണ്ട് ഞാനും പറയും വേണ്ട മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എവിടെ കേൾക്കാൻ. അങ്ങനെ കുഞ്ഞുങ്ങളല്ലേ 2 ദിവസമൊക്കെ അവൻ സഹിച്ച് നിന്ന്. പിന്നെയാണ് ഏട്ടന് പിന്നെയും പുറത്തോട്ട് പോകാത്ത ലക്ഷണം കണ്ടപ്പോഴാണ് പിന്നെ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കുതിരയൊക്കെ കണ്ട് അവർക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ അങ്ങ് പോവുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അവൻ പറയുന്നിടത്തോട്ട് പോയിക്കോന്നും പറഞ്ഞാണ് ഞങ്ങൾ രണ്ടുപേരും വരങ്ങിയില്ല. എങ്ങോട്ട് പോകുമെന്ന് പറയട്ടെന്ന് വെച്ചാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരത്തേക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞ് വലുതായിട്ടൊന്നും പറയല്ലേ, ചുമ്മാ ഒന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രം പോയാൽ മതി എന്നും പറഞ്ഞ് നമ്മുടെ ആലപ്പുഴയിലൊക്കെ എത്തി. അപ്പോൾ നോക്കി പാച്ചുക്കുട്ടൻ്റെ ഉപജില്ലാ കലോത്സവം നടന്ന ആ സ്കൂളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഏട്ടൻ പറയും ഈ സ്കൂളാണ് ആച്ചുക്കുട്ടൻ പോയ ഉപജില്ലാ കലോത്സവത്തിന് പോയ സ്കൂളായിരുന്നു ഇതെന്നും പറഞ്ഞൊക്കെ അവിടെ വെച്ചാണ് ഐ റൈസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ അവനായിട്ട് കളിയാക്കുകയൊക്കെ ചെയ്ത്. പിന്നെ നമ്മൾ നേരെ പോയത് അപ്പോൾ പറഞ്ഞ പപ്പാ നമുക്ക് നേരെ പടിഞ്ഞാറോട്ട് അങ്ങ് വിട്ടോന്നും പറഞ്ഞ് ബീച്ചിലേക്കാണ് ആൾ പറഞ്ഞത്. അങ്ങനെ അവിടെ ചെന്ന് ഭയങ്കരമെന്ന് പറഞ്ഞാൽ ഇത്രയും ബ്ലോക്ക് ഞാൻ ഇന്നേ വരെ ഞാനിവിടെ കണ്ടിട്ടില്ല. എപ്പോൾ വന്നാലും നമ്മുടെ റെയിൽവേ ക്രോസിൻ്റെ അവിടെയൊക്കെ അപ്പോൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ എവിടെയോ വണ്ടിയൊക്കെ ഒന്നെടുത്ത് ഇടക്കോട്ടൊക്കെ വെച്ച് അങ്ങനെ ഞങ്ങൾ അങ്ങ് നടപ്പെന്ന് പറഞ്ഞാൽ ഒരു 10-20 മിനിറ്റോളം നമ്മളങ്ങ് നടന്ന് നമ്മളവിടെ ബീച്ചിലേക്ക് എത്തി. അപ്പം ഈ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ അവിടത്തേക്ക് മറൈൻ ഫിഷ് വേൾഡ് എന്നും പറഞ്ഞ് നമ്മുടെ ബീച്ചിലൊരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണോ എന്തുവാണോ ഒന്നും അറിയത്തില്ല. അപ്പോൾ അതൊന്ന് കാണാമെന്നും പറഞ്ഞാണ് നമ്മൾ ഈ പോകുന്നത്. അപ്പം മീനിനെ പറ്റിയൊക്കെ പല സൈസിന് നമ്മുടെ മുമ്പ് വാച്ചുകൂടെ കുഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ മുമ്പ് ഇതുപോലെ ഒരു ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നേരം വാച്ചിനൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എങ്ങനെയാണെന്നൊക്കെ അറിയാമെന്നും പറഞ്ഞാണ് കുഞ്ഞ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈപ്പാസ്. അപ്പോൾ ഇതിന് മുമ്പുള്ള കാര്യങ്ങളും അപ്പോൾ ഇതുപോലെ ടെൻ്റ് അടിച്ചിട്ടാണ് അവരങ്ങനെ ചെയ്തിരിക്കുക. അപ്പോൾ ഞങ്ങൾ ആദ്യം ഓർത്ത് കടലിനകത്തോട്ടായിരിക്കുമോ എന്തോ ഒരു സംഭവം നമുക്കറിയത്തില്ല. അപ്പോൾ നോക്കുമ്പോൾ അതേ നീണ്ട ക്യൂ ആണ്. ഇന്നാളെ ഒന്നും തീരാത്ത അത്രയും വലിയ ക്യൂ ആയിരുന്നു. അന്നേരത്തേക്ക് ഏട്ടൻ ആകെ കുഴഞ്ഞ്. അപ്പോൾ പറയും നമുക്ക് വേറൊരു ദിവസം വരാൻ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കുഴഞ്ഞു. അപ്പോൾ എനിക്ക് വെള്ളം വേണം, അച്ഛൻ എവിടെയെങ്കിലും പോയി കഴിയുമ്പോഴത്തേക്ക് വെള്ളം വേണം, വിശക്കുന്നു, അങ്ങനെയൊക്കെ പല ഇതും പറയും കുഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വന്നൊരു 7-up മേടിച്ച് ഞാനും അച്ചുക്കുട്ടനൊക്കെ മാട്ടന്നൊക്കെ കുടിച്ച് പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ആച്ചു ഓക്കെ റിലാക്സായി. അപ്പോൾ ഞങ്ങളെ നോക്കിയപ്പോൾ ആച്ചുകൊണ്ട് ഒരു ഫ്രണ്ട് ഇങ്ങനെ കൂടെ പോകുന്നതാണ്. പക്ഷെ അവർ ഞങ്ങളെ കണ്ടില്ല, ഞങ്ങളവരെ കണ്ടായിരുന്നു. അങ്ങനെ അശ്വിനിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പേര് ആച്ചുകൂട്ടം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പോലീസുകാർ വന്നിട്ട് പറഞ്ഞ് ഇപ്പോൾ തൽക്കാലമായിട്ട് നിർത്തി വെച്ചിരിക്കുവാണ്, കുറച്ച് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യണം, സമയമെടുക്കും, അത് കഴിയുമ്പോഴേ അവർ പിന്നെ ഒരു പാസ് കൊടുക്കാൻ തുടങ്ങത്തുള്ളൂ എന്നും പറയും. പിന്നെ തിരിച്ച് ഞങ്ങളിങ്ങനെ വരാനായിട്ട് നിന്നപ്പോൾ വെള്ളം വേണമെന്നും പറഞ്ഞ് പിന്നെ എൻ്റെ ആച്ചുകൂട്ടം ഒരു ചായ മേടിച്ച് തരാൻ പറഞ്ഞു. വെള്ളമല്ല കയ്യിലിരിക്കുന്നവരോ അതുപോലെ ചായ വേണമെന്നും പറഞ്ഞ് നിന്നിട്ട് പിന്നെ ആശാൻ അത് പിടിച്ചില്ല. പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങനെ പിന്നെയും പോവുകയാണ്. അങ്ങനെ ഞാനൊന്നും മിണ്ടിയില്ല, എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് തന്നെ പോയേക്കാന്ന് വെച്ച്. അത് കഴിയുമ്പോഴത്തേക്ക് ഏട്ടൻ പറയും നിനക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം അവൻ എന്ന് പറഞ്ഞാണ് ഏട്ടൻ പറയുന്നത്. അപ്പോൾ എന്തുവാണെന്നറിയത്തില്ല. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഒരു കാര്യം കാണിച്ചു തരാൻ പേടിക്കുകയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ്. പിന്നെ കുറച്ച് നേരം പോകുന്നിടത്ത് എല്ലാം ബ്ലോക്കും കാര്യങ്ങളുമാണ്. നോക്കിയപ്പോൾ അപ്പുറത്തോടെ ട്രെയിൻ പോകുന്നു, ഇപ്പുറത്തോടെ നോക്കിയപ്പോൾ നമ്മുടെ ലൈറ്റ് ഹൗസൊക്കെ അവിടെ കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരമൊക്കെ നിന്ന് സ്റ്റാച്ചു പിടിച്ച്. അപ്പോൾ എന്നോട് നമുക്ക് ആ ലൈറ്റ് ഹൗസിൽ കയറാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറയാം എനിക്ക് വേണ്ട, അയ്യോ ഇനി അവിടെ പോയി അവിടെയും ഇതുപോലെ ക്യൂ ആയിരിക്കുമെന്ന് വെച്ച് പോകുന്നിടത്തെല്ലാം ക്യൂവും കാര്യങ്ങളും. പിന്നെ അവിടെ നമ്മൾ തിരിച്ച് പിന്നെയും വിട്ട് അന്നേരമാണ് നമ്മുടെ കാഴ്ചകൾ കാണാനായിട്ട് തുടങ്ങിയത്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ജയിലാണ്. അവിടെ ചെന്ന് അവിടെ കണ്ടപ്പോഴാണ് തമ്പുരാനെ നമ്മൾ ഈ ടി വിയിലും സിനിമയിലും ഒക്കെ കാണുന്ന അതേ ഇതിൽ തന്നെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെയൊക്കെ തന്നെ ഭയങ്കര പൊക്കമായിട്ടുള്ള മതിലും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇപ്പുറത്തേത് ഇതുപോലൊരു കെട്ടിടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തോ സംഭവം എന്ന് അറിയത്തില്ല. ഇവർ ചാടാതിരിക്കാനുള്ള എല്ലാ ഇതും അവർ ചെയ്തിട്ടുണ്ട്, ജയിൽ പുള്ളികളുടെയൊക്കെ. പിന്നെ അവിടെ നമ്മൾ നേരെ ഇവിടെ ലക്കിലൊക്കെ പോകാമെന്ന് വെച്ചിരുന്നപ്പോൾ അച്ചു പറഞ്ഞ് എനിക്ക് വിശക്കുന്ന വെപ്പാന്നും പറഞ്ഞ് അടുത്തൊരു റെസ്റ്റോറൻറ്റ് കണ്ട് അങ്ങോട്ട് തന്നെ അങ്ങ് ഇപ്പോൾ കയറി. അപ്പോൾ കുറേ ആശാന്മാരിങ്ങനെ ഉടുപ്പൊക്കെ ഊരി ഇങ്ങനെ അവർ മേക്കപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നുണ്ട്. എന്നെ പിടിച്ചോ എന്നും പറഞ്ഞ് കുറേ ആൾക്കാർ കിടന്ന് കറങ്ങുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് കുഞ്ഞു ചെറിയ ബൗളിനകത്തൊക്കെ കുറേ മിഠായിയും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ നോക്കി നിന്ന്. അച്ചുകുട്ടനപ്പോൾ അതെന്തൊക്കെയല്ലോ വേണമെന്നുണ്ട്, പക്ഷെ പറയാനൊരു പേടിയുമാണ്, വേറെ ഒന്നുമല്ല. കുഞ്ഞിനീടൊക്കെ ഒരു പനിയും
ചുമയൊക്കെ വന്നിട്ട് അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അവനൊരു പേടി, കഴിക്കണോ വേണ്ടയോ എന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് എനിക്ക് 2 എണ്ണം എന്തെങ്കിലും മേടിച്ച് തന്നാൽ മതി എന്നും പറഞ്ഞാണ് നോക്കിയപ്പം ഞാൻ ചോദിച്ചു വേറെ എന്ത് വേണേലും പറഞ്ഞോ, ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാലും 2 മിഠായി ആണ്ട് മാത്രം എടുത്തിട്ടുള്ളൂ. അങ്ങനെ കൂടുതലായിട്ടൊന്നും എടുത്തില്ല. പിന്നെ എനിക്കും വലിയ താല്പര്യമില്ല ഇതിനോടൊന്നും. ആച്ചുകൂടെ ഇത് മാത്രം എടുത്ത്. അപ്പം കുഞ്ഞിന് കഴിക്കാനുള്ളതെല്ലാം ആവശ്യത്തിന് വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെയും ഞങ്ങൾ നോക്കുമ്പോൾ ആശാന്മാർ കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അവരെ നമ്മളെ നോക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വേണ്ട, ഞങ്ങളുടെ അവിടെ വരണ്ടെന്നും പറഞ്ഞ് അവിടെ നമ്മൾ പാഴ്സലൊക്കെ വാങ്ങിച്ചു. അടിപൊളി ചിക്കൻ ബിരിയാണിയായിരുന്നു മേടിച്ചത്. അപ്പോഴെന്തോ നമ്മൾ കുറേ ദിവസമായിട്ട് അങ്ങനെ മീനോ കാര്യങ്ങളൊന്നും മേടിക്കുന്നില്ല. ഏട്ടന് വയ്യാത്തതുകൊണ്ട് കഞ്ഞിയും കാര്യങ്ങളൊക്കെ, അതുകൊണ്ടായിരിക്കും ബിരിയാണി കഴിക്കാൻ ഭയങ്കര കൊതി കൊണ്ട് വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബിരിയാണി മേടിച്ച്. ഏട്ടന് കഴിക്കാനായിട്ട് മേടിച്ചിട്ടില്ല. എനിക്കും ആച്ചുകൂട്ടന് മാത്രം മേടിച്ച്. കഴിവതും അങ്ങനെ ഞങ്ങൾ മേടിക്കത്തില്ല. പിന്നെ ആച്ചുവിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഒരെണ്ണം മേടിച്ചപ്പോൾ ഒരെണ്ണമായിട്ട് മേടിക്കണ്ടല്ലോ എന്ന് വെച്ചാണ് എനിക്കും കൂടെ വാങ്ങിച്ചത്. പിന്നെ വന്ന് നമ്മൾ പുന്നപ്രയിലേക്ക് വന്ന് നമ്മുടെ ചന്തയിൽ കയറി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് നിന്നപ്പോൾ അവിടെ ഒരു കുഞ്ഞൊരു മോൻ നിന്ന് എന്നെ നോക്കുന്നുണ്ട്. ഞാൻ അവനെ കണ്ണുരുട്ടുന്നുണ്ട്, അവൻ എന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം അവിടെ ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് കഥകളി കാണിച്ച് അങ്ങനെ പോകാൻ നേരത്ത് അവൻ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്ത്. പക്ഷേ അതിൻ്റെ ഒന്നും എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു പാവം മോനായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് വീട്ടിലെത്തി ആച്ചുകൂടെ ഉടുപ്പെല്ലാം മാറി കുഞ്ഞിന് ഫുഡ് വേണം വിശക്കുന്നെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഇട്ടിരുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളി ഒത്തിരി ഉണ്ടായിരുന്നു. ചോറാണെങ്കിലും ചിക്കൻ പീസൊക്കെ ആണെങ്കിലും ഉണ്ടായിരുന്നു. 3-4 പീസുകളും. അപ്പം നല്ല റേറ്റും ഉണ്ടായിരുന്നു. അതുപോലെയുള്ള നല്ല ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഫുഡുമായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. ബാക്കി നമുക്ക് എനിക്ക് ഈ ബിരിയാണിയൊക്കെ കിട്ടുവാണെങ്കിൽ ഇച്ചിരി എടുത്ത് വെച്ച് പിറ്റേന്ന് ഇച്ചിരി ചൂടാക്കി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അത് ഇച്ചിരി കച്ചമ്പറും അച്ചാറും പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല രുചിയായിരിക്കും. അങ്ങനെ കഴിക്കാമെന്നും വെച്ച് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ തിന്നിട്ട് തീരുന്നില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഇരുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു ചിക്കൻ പീസ് ഉണ്ടായിരുന്നു, 1/4 ലെഗ് പീസ്, അതും കുറച്ച് ചോറും കൂടിയൊക്കെ ആയിട്ട് മാറ്റി വെച്ച്. അപ്പോൾ ഇത്രവേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പാവം എൻ്റെ ഏട്ടന് കഞ്ഞിയും അച്ചാറുമാണ് ഞാൻ കൊടുത്തത്. അതിപ്പോൾ കൊടുത്തില്ല, കുറച്ച് കഴിഞ്ഞാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.